ആരാധന കഴിഞ്ഞ നല്ല നിമിഷങ്ങൾക്കായി നമ്മളോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം കർത്താവേ സ്തോത്രം അല്ലെങ്കിൽ പ്രിയ ഷോണച്ചാനെയും ഭവനത്തെയും കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയ്ക്ക് തന്ന അങ്ങനെ ദൈവക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥ ദൈവം അറിയുന്നുവല്ലോ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവിക സാന്നിധ്യം ഉണ്ടാകുമാറാണ്. സർവമാനമത്വം അംഗീകരിപ്പിക്കുന്നു. സർവ്വപുനേശ്വരന്റെ നാമത്തിൽ തന്നെ സഭ ഒരു പാട്ട് ചേർന്ന് പാടുക. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ ആയിരിക്കുന്ന ഈ മീറ്റിംഗ് സ്തോത്രം എല്ലാവർക്കും അറിയാമല്ലോ. ഷോണച്ചൻ, സുബി സിസ്റ്റർ, ജോഹാന, റൂഫസ്, ഈ 4 പേരും ദൈവസഭയ്ക്ക് കഴിഞ്ഞ നാളിൽ ഒരു അനുഗ്രഹമായിരുന്നു. ഒരു കുടുംബമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് സന്തോഷമായിരുന്നു. സാധാരണ ഈ സെൻറ്റ് ഓഫ് മീറ്റിങ്ങിന് എനിക്ക് വലിയ വിചാരങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് സ്തോത്രം എന്താ ഞാൻ തുടക്കത്തിൽ തന്നെ സ്തോത്രം ഒരു വിഷമം ഇതിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം പക്ഷേ അച്ഛൻ സ്ട്രോങ് ആണ്. എല്ലാവരും സന്തോഷിച്ചിരിക്കാം. അവരെ ഒരു സന്തോഷത്തോടെ യാത്ര അയക്കാം. ഇത് തെളിവാക്കുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഒന്നിനും ഒരു സ്ഥിരത ഇല്ല. നമ്മൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റോപ്പ് കർത്താവ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്തോത്രം നൽകിയ കർത്താവിൻ്റെ ദാസങ്ങൾ നിന്ന് പോയത് അവൻ അങ്ങനെയാണെന്നല്ല. അവർ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്തോഷമാണ്. പക്ഷേ നമ്മളിത് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ സമ്പൂർണ്ണമായി വിധേയപ്പെടുമ്പോൾ ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തീരും. അപ്പോൾ ഒരു സെൻറ്റ് ഓഫ് മീറ്റിംഗ് ആയിട്ട് നമ്മളിപ്പോൾ കൂടി വന്നല്ലോ. തുടർന്ന് സ്തോത്രം അല്ലെങ്കിൽ കൂടുതൽ മുഖവരിയൊന്നുമില്ല. 1 മണിക്ക് സമയം കഴിഞ്ഞു. നിങ്ങളുടെ വിശപ്പ് എനിക്ക് മനസ്സിലാകുന്നു. ഈ ഫാമിലിയെ കുറിച്ചും ഇവർക്ക് നല്ല ആശംസകൾ അറിയിക്കുവാൻ വേണ്ടി സൺഡേ സ്കൂളിൽ പ്രതിനിധീകരിച്ച് ഞാൻ ആൾക്കാരെ ക്ഷണിക്കുന്നു. യൂത്തിനെ പ്രതിനിധീകരിച്ച് ക്ഷണിക്കുന്നു. സഹോദരിമാരിൽ നിന്ന് ഞാൻ ഒരാളെ ക്ഷണിക്കുന്നു. സഹോദരന്മാരിൽ സ്തോത്രം പ്രത്യേകമുള്ളവർക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വന്നിട്ട് ഞങ്ങൾ പേര് വിളിക്കും. അതുകൊണ്ട് സ്തോത്രം വരില്ല. എല്ലാവരും ഈ പണത്തിനൊത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആദ്യം സാധാ ഇവരെ പറഞ്ഞു വിടുവല്ല, അവരവരെ അനുഗ്രഹിച്ച് വിടാൻ പോവുകയാണ്. ഇവരെങ്ങനെയൊക്കെ സ്തോത്രം പൊള്ളിച്ചേരി അനുഗ്രഹമായിരുന്നു, അതിനേക്കാളും ഉപരിയായിട്ട് സ്തോത്രം ചെന്നൈ പട്ടണത്തിൽ ദൈവമാക്കുന്ന ആമേൻ സമയത്തൊക്കെയും ആമേൻ. അതുപോലെ തന്നെ മണർകാട് മാത്രമല്ല, ഭൂലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളായി തീരുമാനത്തൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു. തുടർന്ന് സ്തോത്രം നൽകുക. ഞാൻ പറഞ്ഞതുപോലെ സൺഡേ സ്കൂളിനെ പ്രതികരിച്ച് ടീച്ചേഴ്സ് ആരെങ്കിലും ഒരാൾ കടന്നു വന്ന് ആശംസകൾ അറിയിക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറയാം. യൂത്തിനെ പ്രതികരിച്ച്, സഹോദരന്മാരെ പ്രതികരിച്ച് വരാം. മറിച്ച് താല്പര്യമുള്ള വേറെ എല്ലാവർക്കും ഒരു വചനത്താൽ ആശംസ അറിയിക്കാനും ബ്ലസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സമയം പാഴാക്കാതെ നിങ്ങൾ മുമ്പോട്ട് കടന്നു വരും. പോണ്ടിച്ചേരി വന്ന് ഒരു 2 വർഷമായി പരിചയമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടതാണ് ഷോണങ്കിളിനെ. എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ അച്ഛനിൽ കണ്ടിട്ടുള്ളത്
ഇപ്പൊ വന്ന് വീണാൽ എന്നെ അവിടെ ഇട്ടച്ഛൻ വഴക്ക് പറയും. ഞാൻ ശ്രദ്ധയോടെ എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ നല്ലപോലെ വഴക്ക് പറയും. പക്ഷെ ഞാൻ ഇവിടെ ഷോണങ്ങളിൽ ഒരേ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി, ഒരു ദിവസം റൂഫസ് ഫുഡ് ഇവിടെ കഴിച്ചോണ്ടിരിക്കുമായിരുന്നു. അവനാണ് അത് ഫുള്ള് കഴിച്ചില്ല, ഫുള്ള് ഇവിടെ 4 ചുറ്റും ആക്കി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഷോണങ്കിൾ വന്ന് അവൻ എഴുന്നേൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അങ്ങളെല്ലാം ക്ലീൻ ആക്കി. മീൻസ് അവനൊരു ഹെൽപ്പ്, അവൻ്റെ ഒരു എന്താ പറയാൻ ലൈക്ക് നല്ലൊരു ക്യാരക്ടർ എനിക്ക് അപ്പോൾ ഒരു ഫീൽ ചെയ്തത്. എൻ്റെ അച്ഛനാണ് എന്നെ അവിടെ നിന്ന് വഴക്ക് പറയും, പക്ഷെ അങ്കിൾ അങ്ങനെയല്ല. അങ്കിൾ നല്ലപോലെ ഒരു എന്താ എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി പറയാൻ അറിയില്ല കൂടുതൽ. എനിക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആൻറ്റി ആയാലും ആൻറ്റി അധികം ഞാൻ ഇവിടെ ശ്രീബാൻ്റെയും സൗബിൻ്റെയും പോലെ അത്ര കണക്റ്റഡ് ആയിട്ടില്ല. പക്ഷെ എനിക്ക് എന്തായാലും എന്താ ഭയങ്കര എന്താ പറയുക ആത്മീയമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. നിങ്ങളുടെ ദൈവം എന്തായാലും ബ്ലസ് ചെയ്യും. ഇവിടെ പോയാലും ഞങ്ങളുടെ ഉള്ളിലൊന്നും പോവില്ല, ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കാണും. താങ്ക് യു. ഷോണങ്കിളും ഫാമിലിയും നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. ഷോണങ്കിളിനെ ഫേവറാക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ 4 വർഷം കഴിയുമ്പോൾ പോവും. അപ്പം എല്ലാവരും കൂടെ ഷോണങ്കിളൊക്കെ കൂടി ഞങ്ങൾക്ക് ഫെയർവെൽ ഇരുന്നാലും വിചാരിച്ച് ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഞങ്ങൾ പോകുമെന്ന് വിചാരിച്ചില്ല. ഫസ്റ്റ് ഞങ്ങൾ വന്ന ആഴ്ച തൊട്ട് അങ്കിളുണ്ട്. അങ്കിൾ അപ്പം പരിചയപ്പെട്ടതാണ്. ഞങ്ങളുടെ ചർച്ചിൽ, നാട്ടിലെ ചർച്ചിലുള്ളതാണെങ്കിൽ സുബിയൻ്റെ എല്ലാവരും അറിയാം. അങ്കിളുടെ നാട്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, ഇവിടെ വന്നിട്ടാണ്. അപ്പം അങ്കിൾ എപ്പോഴും എല്ലാ ആഴ്ച വരുമ്പോഴും എങ്ങനെയുണ്ട്, സുഖമാണോ, ഹോസ്റ്റലൊക്കെ എങ്ങനെ, എല്ലാം ചോദിക്കും, എല്ലാം അന്വേഷിക്കും എപ്പോഴും എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ. പിന്നെ ജോന നാട്ടിൽ എൻ്റെ മമ്മിയുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സൺഡേ സ്കൂള്. ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊരു ഫീലിംഗ് ആണ്. പിന്നെ റൂഫസ് എപ്പോഴും, റൂഫസ് എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ പ്രായമാണ്, അത്ര ഏജേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഒരു മെച്ചുവറായിട്ട് നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്ത് ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വരും. അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളവരൊക്കെ, പക്ഷെ എന്നാലും ആ ഒരു കണക്ഷൻ വന്നു. നാട്ടിലും എല്ലാം ഒരു അനുഗ്രഹമാണ് അവർ. സുബിയാൻറ്റി ഞാനിവിടെ നടക്കുന്ന എല്ലാം മമ്മിക്ക് അപ്പം അറിയാം. സുബിയാൻറ്റി വീഡിയോസ്, ഞാനിവിടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തായിരുന്നു, അതെല്ലാം അതൊരു ഫീലിംഗ്. ബിക്കോസ് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എല്ലാം മമ്മിയുടെ അടുത്തൊന്നും പറയുന്നില്ല, ആ ഒരു സാവകാശവും കിട്ടുന്നില്ല. പക്ഷെ മമ്മി തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, പറയും, നിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും നാട്ടിലോട്ടുള്ളൊരു ഒരു കണക്ഷൻ ഉണ്ട് അവിടെ ആൻറ്റിയുടെ ത്രൂ. അതൊരു അനുഗ്രഹമാണ് എനിക്ക് ലൈഫിൽ. ഇവിടെ ഞങ്ങൾ 1 വർഷമായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ളൊരു ഫാമിലി ആയിരുന്നു ഇവിടെ. നിങ്ങൾ പോകുന്ന സ്ഥലത്തല്ലേ, ഇനി ചെന്നൈയിലും നിങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് ഒരു അനുഗ്രഹം മാറട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. எந்த பணியானாலும் அடுத்தவங்களுக்கு உதவி செய்கிறது, எந்த விஷயமானாலும் சபையில் நாங்கள் பார்த்த வரைக்கும் அவ்வளோ பொறுமையாக, அவ்வளோ அழகாக மற்றவங்களோட பழகிறது, உதவி செய்கிறது, இதையெல்லாம் பார்க்கும்போது எனக்கு ரொம்ப பிடிச்சிருந்தது. அவரோட நாங்கள் வந்து மயிலம் கிராமத்துக்கு டிசம்பர் மாதம் போயிருந்தோம். ரொம்ப ஆர்வமாக எல்லா பணியிலையும் அவர் பங்கெடுக்கிறது எனக்கு வந்து ரொம்ப ஆச்சரியமாக இருந்தது, எனக்கு ரொம்ப பிடிச்சிருந்தது. சகோதரி சொன்னாங்க இந்த மாதிரி சென்னைக்கு மாற்றமாகி பணி நிமித்தமாக வெளியே போகிறாங்கன்னு. அவர் நல்ல உள்ளத்துக்கு கடவுள் அவங்களோட இருந்து எல்லா நன்மைகளும் உங்களுக்கு கிடைக்கணும் அப்படின்னு கடவுள்கிட்ட வேண்டிக்கிறது. ரொம்ப நன்றி. ദൈവനാമത്തിന് മാത്രം കണ്ട് ഇന്ന് ഷോൺ ബ്രദറും ഫാമിലിയും പോകുന്നതിൻ്റെ സെൻഡ് ഓഫ് ആണെന്ന് പറഞ്ഞാലും ഞാൻ അതിന് വേണ്ടി പറയാനൊന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ പോകുന്നുള്ളൊരു ചിന്തയൊന്നും മനസ്സിൽ വരുന്നില്ല. ശ്രുതി എപ്പോഴും നാട്ടിലാണ്, സുബി കുഞ്ഞുങ്ങൾ നാട്ടിലാണ്, ഷോൺ ബ്രദർ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ അവർ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ വിട്ടുപോകുന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നേ ഇല്ല. എന്തായാലും ഒരുപാട് നാള് ഷോൺ ബ്രദർ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദൈവം വന്ന് ചെന്നൈയിലേക്കാണ് ട്രാൻസ്ഫർ കൊടുത്തത്. അതവരുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കായിട്ട് ദൈവം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഞങ്ങൾ അകന്നു പോകുന്നുള്ള തോന്നലില്ലാത്തതിൻ്റെ കാരണം ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരാണ്, നാട്ടിൽ പോകുമ്പോഴെല്ലാം ഇവരെ കാണാം, അങ്ങനെ ദൂരത്തൊന്നും അല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കും എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യാത്തത്. പക്ഷെ ചർച്ചിലെ ആത്മീയ വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ആക്റ്റീവായിട്ടുള്ള ഒരാൾ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഷോൺ ബ്രദറെ സ്വന്തം
കൂടപ്പിറപ്പിനെ പോലാണ്. ഷോൺ ബ്രദർ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ അച്ഛൻ കരച്ചിലാണ്, വീട്ടിൽ കരച്ചിലാണ്. ഇത്രയും വിഷമിച്ച അച്ഛനെ കണ്ടിട്ടില്ല. അവരുടെ ഫാമിലി വിഷയങ്ങളിലാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവരെ പിരിയുന്നത് എന്നായിരുന്നു എന്ന് വെച്ചാൽ ഷോൺ ബ്രദർ അച്ഛനൊരു എല്ലാം തുറന്നു പറയുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ്. എല്ലാ ആവശ്യങ്ങൾക്കും ഓടി വരാനും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും മാനസികമായിട്ട് ഒരു നല്ല സുഹൃത്തിനോട് എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ആയിരിക്കുന്നത് കാരണം ആണ് അച്ഛനതൊരു വലിയ വിഷമമായിട്ട് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും നിങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് ശരിക്കും ഞങ്ങളത് മിസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നില്ല. സുബി കുഞ്ഞുങ്ങളെയും നാട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്കവരെ പിരിയുന്ന ഒരു വിഷമം തോന്നില്ല. എങ്കിലും ഇനി അവരായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇതിനെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ദൈവം അവരായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും അവരെ മാറ്റട്ടെ. അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് അവർ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവസ്ഥാനിക്ക് കുഞ്ഞുങ്ങൾക്ക് സെൻഡ് ഓഫ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും വിഷമം. നമ്മുടെ സഭയിൽ നമ്മുടെ വീട്ടിൽ വരാനും വിട്ടുമാറുന്നു അറിയാം. ഞാൻ ഇവിടെ ഈ സഭയിൽ ഉള്ള കാലം കൊണ്ട് സ്വന്തത്തെ കാണാറുണ്ട്. സുഖിയാതേനും അറിയാം. വലിയ അവർക്ക് ഞാനിവിടെ അത്ര സംസാരിക്കാൻ പറയാത്തതുകൊണ്ട് എല്ലാവർക്കും അത്ര പരിചയം കാണത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളോട് നല്ല സംസാരിക്കും. അവർക്ക് മക്കൾ കൂടി ഇല്ലാത്ത സമയം കൊണ്ട് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അതിന് ശേഷമാണ് ഇവിടെ വന്നാലും ജനിച്ചത് പോലും ദൈവം അവരെ സഭയുള്ള കുറവ് വെക്കാതെ അനുഗ്രഹിക്കുകയും പോകുന്നിടത്തും എനിക്ക് ദൈവം ഒരു ആലോചന വഴിവെച്ചു. ഇങ്ങനെ ആ സമയം സംസാരിക്കുന്ന എന്താണെന്ന് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ യെരുശലേമിൽ എരിഹോവിലേക്ക് പോകുന്ന സമയത്ത് സമരിയക്കാരൻ ഒരു വഴിയിൽ അടിപ്പെട്ട കിടന്ന മനുഷ്യനെ കൊണ്ടൊരു സത്രത്തിലാക്കി. എന്നിട്ട് അതിന് വന്ന രക്ഷയെല്ലാം കൊടുത്ത് പോയപ്പോൾ അവരുടെ വടചെന്നൈയിൽ അതിൻ്റെ ഒരു രക്ഷയായി തീരട്ടെ അനേകർ അവരുടെ കുടുംബത്തിൽ ചേർന്ന് ആശ്വാസം പ്രാപിക്കും. അനേക വനക്കാർ ആദേശത്തുണ്ട്, അനേക ജാതികൾ, അനേക വ്യത്യസ്തമായ ആൾക്കാർക്ക് കൊടുത്ത ജനം അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ എണ്ണയും വീണ്ടും പകർന്നു കൊടുക്കാൻ യേശു ക്രിസ്തുവിൻ്റെ അത് അവരെ ദൈവം സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷോണച്ചാല് അവിടെ പോയി അനുഗ്രഹമായിരിക്കട്ടെ. മരങ്ങളും ജ്വലിക്കട്ടെ, ജോലി അനുഗ്രഹിക്കട്ടെ, നമ്മൾ വർദ്ധിക്കട്ടെ. ഫാമിലിയുടെ അടുത്ത് ദൈവങ്ങൾ അവിടെ താമസിക്കാനുള്ള സാഹചര്യം അനുകൂലമാക്കി കൊടുക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം എല്ലാ ഭാവവും എല്ലാ അനുഗ്രഹവും നേടാൻ ആശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയം ഫാമിലി പോകുന്ന എനിക്ക് ഒരു വിഷമമായിട്ടുണ്ട്. പിന്നെ ജോൺ എനിക്ക് ആകെ ഒരു ഫ്രണ്ടായിരുന്നു. പിന്നെ അവർ പോകുന്ന എല്ലാ സ്ഥലത്തും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് കൃത്യമായി വാക്കുകൾ കിട്ടത്തില്ല. ഈ തുടക്കകാലങ്ങൾ മുതൽ ഷോൺസൺ വരുന്നത് ഈ സഭ തുടങ്ങിയതിന് ശേഷം ഞാനൊക്കെ ആദ്യം വരുന്ന സമയമാണ്. അതിന് ശേഷമാണ് പുള്ളിക്കാരൻ വരുന്നത്. ഞാനിവിടെ വരുമ്പം പുള്ളിക്കാരൻ്റെ പ്രത്യേകതര ക്യാരക്ടർ എനിക്കറിയാം. പുള്ളിക്കാരൻ്റെ ഈ സ്നേഹം എന്ന് പറയുന്നത് വലുതാണ്, വളരെ വലുതാണ്. ഞാനിത് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്നോടൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട് പുള്ളിക്ക്. എപ്പോൾ വന്നാലും ഒരു സ്നേഹമായിട്ടുള്ളൊരു ചുംബനം എപ്പോഴും ഉണ്ടാവും. ദേഷ്യം അതിനനുസരിച്ചുള്ളൂ. എന്തെങ്കിലും തെറ്റ് ചെയ്ത് നീ എന്തൊക്കെ കാണിക്കുന്ന സ്ഥലല്ലേ, ഇത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഒരു പ്രത്യേകതര ഒരു ദാസനിലൂടെ ഞാൻ കണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് യെസ് എൻകറേജിങ് സ്പിരിറ്റ്. ദാസന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരം എന്ന് പറയുന്നത് എൻകറേജിങ് സ്പിരിറ്റാണ്. അത് മറ്റവരെ ഉത്തേജനം കൊടുത്ത് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേകത ഒരു കൃപയാണ്. അത് സഭയിൽ ഓരോരുത്തർക്കും അത് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കടന്നു വരുന്ന സമയത്തും എൻ്റെ അമ്മയുള്ള സമയത്തും വളരെ പ്രിയങ്കരനായിരുന്നു എൻ്റെ അമ്മയ്ക്ക് പുള്ളിക്കാരനെ വളരെ സ്നേഹത്തോടെയും ഈ ഇത്ര വർഷം ദൈവം നിർത്തി ഈ സഭയെ കൊണ്ടുപോകാൻ പലവിധമായും ആത്മീകമായും ഫിനാൻഷ്യലിയുമായും പലവിധ കാര്യങ്ങളിലും വളരെ സപ്പോർട്ടീവായിരുന്നു ഷോണച്ചൻ. പല വിഷയങ്ങളും ചർച്ച ചെയ്യുവാനും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ പ്രത്യേകതര കഴിവ് ദാസന് ദൈവം കൊടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളുടെ മേൽ ക്രിട്ടിക്കലായുള്ള സിറ്റുവേഷനിലും ദാസന് കൊടുക്കാനുള്ള ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. ഞങ്ങൾക്ക് വലിയൊരു വിഷമമാണ്
പാസ്റ്റേഴ്സിന് ഇവിടുന്ന് പോകുന്നത്. എന്നാലും എൻ്റെ ഒരു വിശ്വാസം ഇവിടുന്ന് കടന്നു പോകുന്നത് ഇതിനൊരു ശാഖയായി മാറാനാണ്. സഭ ഒരു ശാഖയായി മാറാനാണ്. അടുത്ത വിങ്ങിലേക്ക് കടക്കണ്ടേ സഭ? ഈ ദാസനിലൂടെ ഞാൻ ദാസൻ കടന്നു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ദാസനെ കൊണ്ട് ദൈവം പ്രവൃത്തി ചെയ്യും. ഒരു സഭയെ നയിക്കുവാൻ ഒരു പ്രവാചകനായും ഒരു നല്ല വചന ശുശ്രൂഷകനാകുമെന്ന് ദൈവാത്മാവ് ദാസനോട് പറഞ്ഞു. പക്ഷെ അന്നേരം ദാസനത് പിടികിട്ടുവാനുണ്ടെങ്കിലും അത് മനസ്സിലാക്കി ദാസൻ ഒരു പ്രാവശ്യം പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ മേലും ദാസനെ പലയിടങ്ങളിലും ദാസനെ ദൈവത്തിന് വേണ്ടി പ്രചോദനമായി മാറുവാൻ, വചനം പറയുവാൻ ദാസനെ ഉപയോഗിക്കട്ടെ. അതുപോലെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചിയോട് ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു. ഞാൻ വന്ന കാലം മുതലേ ചേച്ചിയെ കാണുന്നതാണ്. വളരെ സൈലൻ്റാണ്, പക്ഷെ പ്രാർത്ഥനയിലും പല കാര്യങ്ങളിലും വളരെ ബലം നൽകുന്ന ഒരു ദാസിയാണ്. പല വിഷയങ്ങൾക്കും സപ്പോർട്ടീവായിട്ട് അധികം സംസാരിക്കുന്നില്ലെങ്കിലും നമ്മളോട് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ പലവിധമായ ഒരു എന്താ പറയുന്നത്, നമുക്ക് ഉത്തേജനമായി പലവിധം ഇത് ഇങ്ങനല്ല സിറിലെ, ഇങ്ങനെ ചെയ്സിറിലെ എന്ന് പറയുവാൻ ഒരു നല്ലൊരു മനസ്സ് കൊടുക്കുന്ന ചേച്ചിയാണ്. അതുപോലെ 2 പിള്ളേർ വളരെ വളരെ സൈലൻ്റാണ്, പക്ഷെ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ വളരെ സ്നേഹത്തോടെ 2 പിള്ളേർ നിൽക്കുവാൻ ദൈവം സഹായിക്കും. അതുപോലെ വരുന്ന നാட்களிൽ ദാസനെ ബലപ്പെടുത്തട്ടെ. വരുന്ന നാட்களிൽ ദൈവം ദാസനെ ഉപയോഗിക്കട്ടെ. കുടുംബമായി ശുശ്രൂഷിക്കും, മാനിക്കപ്പെടട്ടെ. പലവർക്കും ഒരു വിളക്കായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ இங்கிருந்து போகிறார். ஆனாலும் நம்ம வீட்டு போகவில்லை. அவருடைய நினைவுகளோடு நம்மளோடு இருக்கிறார். அநேக காரியங்களே அவரை பற்றி சொல்லலாம். ஒரு ஷார்ட் டைமில் பழகினாலும் ஒரு சகோதரனாக அநேக காரியங்களுக்கு உதவியாக, சபைக்கு உதவியாக, குறிப்பாக சபையில் தூணாய் இருந்தவர் இன்று தூண் அடுத்த சபைக்கு தூணாய் மாறப்போகிறது என்று பார்த்துக்கிறோம். நம்மளோட வச்சனத்தில் கொண்டு தான் நம்ம சொல்லணும். வார்த்தையில் தான் ஆண்டவர் இருக்கிறார். தேவனுடைய பிள்ளைகள் எங்கே போனாலும் ஒளியாக இருக்கணும். அதே மாதிரி ஒரு ஆக்கிலா பிரிஸ்கில்லா மாதிரி குடும்பமாய் தெய்வ ராஜ்யத்துக்கு பிரயோஜனம் பண்ணும்படியாக நான் வாழ்த்துகிறேன். அது மாத்திரமல்ல, சகோதரன் அநேக ஆகரங்கள் உண்டு. எதற்காக நம்மளை அழைத்தார், எதற்காக டிரான்ஸ்ஃபர் எல்லாமே இருக்கும். எல்லாம் தெய்வத்தின் சித்தத்தின்படி தான் நடந்து கொண்டிருக்கிறது. இது மட்டும் இதுவரை நடக்கிற காரியங்கள் எல்லாம் சகோதரனுடைய எல்லா காரியங்களையும் தெய்வம் பார்த்து கொண்டு தான் இருக்கிறார். குடும்பமாய் தெய்வராஜ்யத்திற்கு அவருக்கு தெரியும் எப்படி பிரயோஜனப்படுத்தணும், யாரை எங்கே வைக்கணும், எந்த இடத்துல பிரகாசமாக வைக்கணும்னு அவருக்கு தெரியும். இன்னைக்கு நம்ம சபையிலேருந்து இந்த சபை வளரப்போகுதுன்னா, இந்த சபையில் இருக்கிறவங்க எந்த தூரத்தில் போகிறாங்களோ அந்த மட்டும் நம்ம சபை வளரும். ஒரு சபையிலேருந்து ஒரு விசுவாசி அது ஒரு அடுத்த நிலைக்கு போனது. சென்னை ஒரு 150 கிலோமீட்டர். இன்கேஸ் ஃபாரின் போகிறதுக்கு ஆப்ஷன் இருக்கலாம். துபாய் கல்ஃப் கண்ட்ரிஸ்க்கும் போக ஆப்ஷன் இருக்கலாம். யூஎஸ்க்கும் போகலாம், ஆஸ்திரேலியாவுக்கும் போகலாம். ஆனாலும் சபை வளரும். எந்த மாற்றம் நம்ம சபையில் இருக்கிறவங்கள நம்ம ஆசீர்வதிக்கிறதுல தான் அந்த சபையில் இருக்கிறவங்களோட மனப்பூர்வமாக ஐயோ இங்கே போகிறாங்களேன்னு சொல்லிட்டு எந்த ஒரு மனத்தில் ஒரு எந்த கவலையும் இல்லாமல், பொறாமையும் இல்லாமல் அவரை வாழ்த்தி அனுப்பும் போதும், அவர் அங்கே இருந்தாலும், அவர் எங்கே இருந்தாலும், எந்த இடத்துல இருந்தாலும் அவங்க நம்மளே நினைத்து கொண்டு இருப்பார்கள். அதை மாதிரி அவங்களை வாழ்த்தணும், முழுமையாக வாழ்த்தணும். எப்பொழுதும் ஆண்டவர் ராஜ்யத்தின் பிள்ளைகள் எப்பவுமே எந்த விதத்திலும் 100% ஒரு மனிதனை வாழ்த்தும் பொழுது அவர் முழுவதுமாய் எந்த ஒரு தடைகள் இருந்தாலும் அதெல்லாம் அவருக்கு மாறி அவர் பிரகாசிக்கிறவராக இருப்பார். உப்பாக இருக்க வேண்டும்னு நம்ம சொல்லியிருக்காங்க. அந்த குடும்பமாய் அவங்களோட சிஸ்டர் இருந்தாலும் சரி, சிஸ்டர்கிட்ட நான் இங்கே இருக்கிறவங்ககிட்டே பேச மாட்டாங்க, என்கிட்ட சுத்தமாக பேச மாட்டாங்க. நான் பேசினாலும் சிஸ்டரோட ஜபங்கள் எல்லாரும் முன்பாக நம்ம ஒரு ப்ரேயர் 2021 வந்து ஒரு ப்ரேயர் கோஆர்டினேஷன் பண்ணாங்க. அப்போ சிஸ்டர் தான் லீட் பண்ணும்போது நான் பார்த்துருக்கேன். கூகுள் மீட்டில் தான் ஜூமில் பார்த்தது உண்டு. சிஸ்டருக்கு இப்போ கேரளா போனாங்க. திரும்பவும் ஆண்டவர் ஏதோ ஒரு பிளான் பண்ணுறாரு. என்னோட விசுவாசம் என்னென்னா, அவங்க குடும்பமாக ஒன்றாக இருக்கும்போது தான் அதிகமான பிளெஸ்ஸிங்ஸ் நமக்கு நிறைவாக இருக்குது. கணவன் மனைவி எங்கே இருந்தாலும் மற்றவர்களுக்கு உபயோகமாக இருக்கிறார்களோ அல்லவோ, தன் குடும்பத்திற்கு முதல் உபயோகமாக இருக்கும். அவங்க குடும்பத்திற்கு அவங்க உபயோகமாக இருந்தாலும் மாத்திரமே அவங்க மற்றவங்களுக்கு உபயோகமாக இருக்கிற எதுன்னு சொல்லிட்டு போயிட்டே இருந்தால் அப்புறம் தன்னோட குடும்பத்துக்குள்ள கஷ்டங்கள் வரும்போது கூட இருக்க மாட்டாங்க. அதனால் தன்னோட குடும்பத்தில் ஃபஸ்ட்டு உதவியாக 2 பேரும் ஒரே சரீரமாக இருக்கிறார்கள். இது நான் சாம்பிள் சொல்ல தேவையில்லை. என்னோட வாழ்க்கையில் அனுபவம் நடந்தது.
எத்தனையோ பிரிவுகள் இருந்தாலும் போராட்டத்தின் மத்தியில் இழுத்து கொண்டு வந்தார் ஆண்டவர். அதே மாதிரி உங்களுக்குள்ள கர்த்தர் இருக்கிறார். கர்த்தர் பிரிக்கிறவர் அல்ல, கர்த்தர் சேர்க்கிறவர். நம்மளை குடும்பமாய் சேர்ந்து அதுவே பிரகாசம். சத்துருவுக்கு எதிரானவனுக்கு சந்தோஷம் எங்க, அவனுக்கு எப்போ போகிறோம் நம்ம சந்தோஷமா இருக்கும் போது தான். நீங்கள் எவ்வளோ சந்தோஷமா இருக்க முடியுமோ சந்தோஷமா இருங்க. நான் எனக்கு 2 வச்சனம் 44 ஆண்டவர். 1 புதிய ஏற்பாட்டின்படி ஆக்கில்லா பிரிஸ்கில்லா, பழைய ஏற்பாட்டின்படி எல்லாருக்கும் பிரசித்தமான நம்மளோட ஆபிரகாம் சாரால் மாதிரி அவங்க சந்தோஷமா இருக்கணும். தலைமுறையில் எப்பொழுதும் வளரணும் என்று நான் வாழ்த்துகிறேன். സഭ വളരപ്പോറിരുന്ന് സഭയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരുന്നത്. താങ്ക് യു. ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചാൽ പിന്നെയും എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് കടന്നു വന്ന സമയം പോയതറിയാം. ഞാൻ ആദ്യം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം സംസാരിക്കാൻ കഴിയുന്നത്. എനിക്ക് ഇവരെ പറ്റിയുള്ളൊരു വിശ്വാസം ഫിലിപ്പിയർ 1-4 വാക്യം. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 2ാമത്തെ വാക്യം കൊലോസിയർ 2-12 വാക്യം. നിങ്ങളെ പറ്റിയുള്ള എൻ്റെ പ്രാർത്ഥന, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ പ്രാർത്ഥന ദൈവം നടക്കട്ടെ. നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാളോളം ദൈവം നിങ്ങളെ പറ്റി വിളിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളെ പൂർണ്ണമായി തികയ്ക്കട്ടെ. ഇനി എനിക്ക് ഷോണച്ചാൻ പോകുന്നു, ഇവിടെ ഉള്ള ഒരാളായിട്ട് ഞാൻ ഇപ്പോഴും പോകുമെന്നുള്ളൊരു ഇത് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഞങ്ങൾ 2014 കല്യാണം കഴിഞ്ഞ് അന്നപൂർണ്ണ ഹോട്ടൽ വരുമ്പോൾ ഇപ്പോഴും എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന പലരും ഉണ്ടെങ്കിലും ഈ ഷോണച്ചാനാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അന്ന് സ്നാക്സ് ഒക്കെ കൊടുക്കാം. അവിടെ വെച്ച് ഷോണച്ചാൻ, അത് ഞാൻ ഫസ്റ്റായിട്ടാണ് ഷോണച്ചാനെ അവിടെ വെച്ചാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് പോണ്ടിച്ചേരി വന്ന് ചർച്ചിൽ വരുമ്പോൾ ഷോണച്ചാനാണ് അന്ന് സ്നാക്സ് ഒക്കെ ചെയ്യുന്നത് എല്ലാം. അന്ന് തൊട്ട് ഷോണച്ചാനുമായിട്ട് അന്ന് കാണുകയും പിന്നെ ഞങ്ങൾ പഴയ വീട്ടിലിരിക്കുമ്പോൾ ചാച്ചനെയൊക്കെ പ്രേയറിനൊക്കെ കൂട്ടിക്കൊണ്ട് പോയ സ്കൂട്ടർ, അന്ന് ഞങ്ങൾക്ക് സ്കൂട്ടറൊന്നും ഇല്ല, വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ കൊണ്ടാക്കുകയൊക്കെ. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അന്ന് മുതൽ തുടങ്ങിയ സ്നേഹബന്ധം ഈ 2024 വരെ ഏകദേശം 10 വർഷം ഇതുവരെ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. ഒത്തിരി ഞങ്ങൾക്ക്, ഞാൻ ഷോണച്ചാനുമായിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നാലും ഷോണച്ചാനോട് ഒരു കാര്യം പറയാനാണെങ്കിലും ഒരു ചർച്ചിൻ്റെ വിഷയമാണെങ്കിലും എല്ലാവരോടും പറയാം. എന്നാലും ഷോണച്ചാനോട് എനിക്ക് പറയാനാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ആത്മീയ വിഷയത്തിൽ ഞാൻ ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട്. ഷോണച്ചാനോട് പറയുന്നത് ശിവ പറഞ്ഞ ശിവ എനിക്കറിയാം, ശിവ പറയുന്ന അത് ഞാൻ ഏറ്റെടുക്കും. അങ്ങനൊരു ഇത് റെസ്പോൺസ് തിരിച്ച് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഷോണച്ചാൻ. സുബിയെ പറ്റി പറയുകയാണെങ്കിലും എല്ലാവരും സംസാരിക്കുന്നത് പറഞ്ഞാലും സുബി സംസാരിച്ചാൽ നല്ലപോലെ ഇച്ചിരി നമ്മൾ കുറച്ച് നേരം ഇരിക്കണം. അത് കഴിയുമ്പോൾ സുബി സംസാരിക്കും. എന്നാൽ സുബിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് സുബി സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് ആരോടും മിണ്ടാത്തൊരു വ്യക്തിയൊന്നുമല്ല. നല്ല സംസാരിക്കുക, ആവശ്യത്തിന് സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് സമയങ്ങൾ ഭവനത്തിൽ കടന്നുപോയി. ഇവിടെ ഉള്ള സമയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. അതുമാത്രമല്ല പ്രത്യേകം പറയാം, സുബിയുടെ ആഹാരം പഴയ അവർ ഇപ്പം ഇരിക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ വീട് ആദ്യത്തെ താമസം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയങ്ങളിലാണെങ്കിലും ഫുഡൊക്കെ ഞങ്ങൾക്ക് വിളിച്ച് ഒത്തിരി സുബി ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നിട്ടുണ്ട്. സുബി നല്ല ടേസ്റ്റിയായ ഫുഡ് ചെയ്യുന്ന ഒരാളാണ്. അത് ദൈവത്തിൽ സ്തോത്രം ചെയ്ത് അനേകർക്ക് ദൈവം സുബി അതിനായിട്ട് അധികമായിട്ട് ചെയ്യുവാനൊക്കെ ദൈവം ബലപ്പെടുത്തട്ടെ. അങ്ങനെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. എൻ്റെ പിങ്കുമോക്ക് ഒത്തിരി വേദനയാണ്. പിങ്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ജോന പോകുന്നെന്ന് പറയാം. അന്നേരം തൊട്ട് കരയാൻ തുടങ്ങിയ ഇന്നലെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. എനിക്കറിയാം പിങ്കു ഒന്ന് പറയാനതിൻ്റെ മെയിൻ കാരണമേ അതാണ്. അവൾ പറയുന്നത് എല്ലാവരും ബോയ്സ് ചർച്ചിലുള്ള എനിക്ക് ആകെയുള്ളൊരു കൂട്ട് ജോനയാണെന്ന് പറയും. അവളുടെ ഏജിന് കറക്റ്റ് അവർ 2-1 വർഷം. ആദ്യ സമയങ്ങളിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനുശേഷമാണ് പിങ്കു പ്രഗ്നൻ്റ് ആയി. അതിനുശേഷമാണ് ജോന ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. അതിനുശേഷം ദൈവം അങ്ങനത്തെ ഒത്തിരി ആത്മീയ ബന്ധങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പ്രത്യേക എനിക്ക് എടുത്ത് പറഞ്ഞ എൻ്റെ റൂഫസ് കൂട്ട് എന്നോട് ഒത്തിരി സ്നേഹമുള്ള കുഞ്ഞാണ്. എപ്പോൾ വന്നാലും അവൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് റൂഫസിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞെന്നെ നോക്കും, എന്നിട്ടൊന്ന് ചിരിച്ച് തലയൊക്കെ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഇടുന്നുണ്ട്. അവൻ പറയും ഷീബാൻ എന്തോ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാന്ന് പറയും. ഷീബാൻ കൊടുക്കുന്ന ഷീബാൻ്റെ ഫുഡ് അവന് ഇഷ്ടം. അങ്ങനെയല്ലേ റൂഫസിനെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് റൂഫസ് അവനൊരു എന്നോടൊരു പ്രത്യേക സ്നേഹം. എപ്പം വന്നാലും അത് വന്ന് സംസാരിക്കാറുണ്ട്. എനിക്കത് ഒത്തിരി പേഴ്സണലായിട്ട് ആമ്പിള്ളേർ സാധാരണമായിട്ട് നമ്മൾ ലേഡീസിനോട് വന്ന് സംസാരിക്കുന്നത് കുറവ്. കാരണം അവരുടെ
ദിവസം അങ്ങനെയല്ല, പുറകെ അവൻ്റെ അമ്മയടുത്ത് വന്ന് ഒന്ന് തട്ടി വന്ന് നോക്കി ചിരിച്ച് ഇന്നും രാവിലെ വന്ന് അവനൊന്ന് നിന്ന് വിശേഷം ഒന്നുമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് വന്നത്. ആരാധനയുടെ ഇടയ്ക്കാണെങ്കിൽ അത് അവനോടൊന്ന് സംസാരിക്കും. അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. ജോനായെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വരുമ്പം വീട്ടിൽ നിൽക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. അത് അവർക്കുള്ളിൽ കുഞ്ഞുങ്ങളിലൂടെയുള്ള അറ്റാച്ച്മെന്റ് അവർക്ക് തമ്മിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വഴിക്ക് റൂഫസും ഈ പിങ്കുവിന് ജോനായും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് പോകുന്നത് ഒരു ഭാരമായി സുഖിയും ഷോണച്ചാനും ഫാമിലിയെ പോകുന്നത് ഒരു വേദനയാണെങ്കിലും ഞാനൊന്ന് വിശ്വസിക്കുന്നു, ദൈവം നമ്മൾ വളരെ നാളത്തെ പ്രാർത്ഥനയാണ്. ഇവരുടെ ട്രാൻസ്ഫറിന് ഒത്തിരി നാൾ പ്രാർത്ഥിച്ച വിഷയമാണ്, പേഴ്സണലായും ചർച്ചായും പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും അതിലൊരു വിഷയം മാത്രമല്ല, ഈ ട്രാൻസ്ഫർ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരെ ചെന്നൈ വിടുന്നതിനും ചെന്നൈ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പെർമനന്റ് എൻ്റെ ഷോണച്ച അവിടുന്ന് നിങ്ങൾ പോകും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നെ ദൈവം ഞാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ട് ഞാൻ ഷോണച്ചനോട് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള വളർച്ച. ഇനിയും അവർ ഇൻഡിപെൻഡൻ്റ് ആയി നിന്ന് ദൈവത്തിന് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കാൻ പോവുകയാണ്. ഷോണച്ചനെ ദൈവം അപ്രകാരം വളർത്തിയെടുത്തു. ആത്മീയമായി നമുക്ക് സഭയ്ക്ക് ഒത്തിരി അത് ഭൗതികമായ വിഷയങ്ങൾ ഒത്തിരി താങ്ങായിരുന്നു. അതുപോലെ സഹോദരൻ എന്ന നിലയിലും ആ സഹോദരി എന്ന നിലയിലും അവർ നമ്മളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദി ഷോണച്ച. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എവിടെ പോയാലും സുഖി ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ വകയായും സഭയുടെ വകയായും എല്ലാവരും സന്തോഷവും എല്ലാ നന്ദി നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു. തുടർന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുന്ന ഇടങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളെ ദൈവം അധികമായിട്ട് ഉപയോഗിക്കട്ടെ. എന്നെ ദൈവം സഹായിക്കും. മാത്രമേ സമയം വളരെയധികം അതിക്രമിച്ചു. പ്രിയ സഹോദരനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇതൊരു പൊതുവേദി ആയതുകൊണ്ടും നമ്മളെല്ലാം ശാന്തോചിതമായി ചെയ്തുകൊണ്ടും വളരെ ചുരുക്കമായി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏറ്റവും ചില കാര്യങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി എന്നൊരു സ്നേഹിതനാണ്, ഒരു സഹോദരനാണ്. എനിക്കൊരു 10 വർഷമായിട്ട് പ്രിയ സഹോദരന്മായിട്ട് ആത്മീയമായ ഒരു ക്രിസ്തുവിലുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നും തമ്മിൽ. അതാണ് വളരെയധികമായ മുറിവുകൾ ഏൽപ്പിക്കുന്നത്. സഭയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, പ്രിയ ഷോൺ ബ്രദർ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഒരു താമസമില്ല, എല്ലാം പെട്ടെന്ന് ചെയ്യണമെന്നൊരു ക്യാരക്ടറാണ് ഷോൺ ബ്രദർ. അതുകൊണ്ട് പ്രിയ ഷോൺ ബ്രദറോട് ഒത്ത് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ കാര്യങ്ങളൊന്നും വെച്ച് നീട്ടത്തില്ല, എല്ലാം സ്പീഡിൽ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിലുള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്താതിരിക്കുക, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ഒരു കലഹമുണ്ടാക്കാതിരിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇത് എന്നെ വളരെയധികമായി ചിന്തിപ്പിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. അതോടൊപ്പം നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ പലപ്പോഴും പ്രിയ ഷോൺ ബ്രദറിനോട് ഷെയർ ചെയ്യാറുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അറിയിച്ചതൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ അത് ഏറ്റെടുക്കുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതോടൊപ്പം ഔട്ട്റീച്ച് മിനിസ്ട്രി, സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് നിന്നു. പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രാത്രി എന്നോ പകലെന്നോ ഒന്നുമില്ലാതെ ഏത് സമയത്തും എന്ത് സഹായത്തിനും ജസ്റ്റ് ഒരു ഫോൺ കോൾ മാത്രം മതി. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഫ്ലൈറ്റിനേക്കാൾ ദൂരത്തിൽ ഞാൻ എവിടെയാണോ ആ സ്ഥലത്ത് എത്താൻ വളരെയധികം സ്നേഹം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴാ സ്നേഹം എന്താ എന്നോട് കാണിക്കുന്നത്. എനിക്കും ദേശംബറിനൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു ചെലവിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഇത്ര നാൾ നിലനിൽക്കുന്നു. ആ ഒരു സ്നേഹമാണ് അദ്ദേഹം ഇന്നുവരെ എത്തിയത്. ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ട് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് യാത്ര ചെയ്ത് കേരളത്തിലെത്തി. കേരളത്തിൽ നിന്ന് പ്രിയ ഫാമിലിയെ കൂട്ടി വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ആ ഒരു സ്നേഹം, ആ ഒരു ഉത്സാഹം അത് വളരെ വലുതാണ്. പലപ്പോഴും ഇവിടുന്ന് പിരിഞ്ഞ് ദൂരത്ത് പോകുമ്പോൾ നമുക്കൊക്കെ ഹൃദയവേദന ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഷോൾഡർ
പിരിഞ്ഞ് പോകുന്ന കേട്ടപ്പോൾ എന്നുള്ള എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. ഞാനതോടെ പ്രകടിപ്പിക്കുക ചെയ്തതാണ്. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞത്, നീ എന്നിൽ നിന്ന് പലപ്പോഴും അകന്നു പോകാറുണ്ട്, അപ്പോൾ ഞാൻ എന്തേലും ദുഃഖിക്കണം. അതാണ് നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് വേദനയുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മളെ അറിയുന്ന ഒരു ദൈവം, നമ്മൾ ഈ ഭൂമിയിൽ ഉളവാകുന്നതിന് മുമ്പ് നമ്മളെ കണ്ട ഒരു ദൈവം. പലപ്പോഴും എൻ്റെ ഒരു കാര്യമാണ്, മറ്റുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ പലപ്പോഴും ദൈവത്തിന് ഒരുപാട് അകലെ ദൂരെ പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹം എപ്പോഴും എന്നെ മാടി വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഒരു സ്നേഹിതൻ എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ എത്ര വേദനിച്ചു. അപ്പോൾ എൻ്റെ ഒരു പിതാവ് ഞാൻ ദൂരത്തു നിന്ന് പോകുമ്പോൾ, മാറി നിൽക്കുമ്പോൾ എത്രയോ വേദനിക്കാറുണ്ട് എന്നൊരു ചിന്ത എന്നിൽ തരുവാനിടയായി. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ട്രാൻസ്ഫർ ദൈവത്തിൻ്റെ ഒരു ഹിതമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം എല്ലാ വീക്കെൻഡിലും ഭവനത്തോടൊപ്പമായിരിക്കാൻ പ്രിയ സഹോദരന് സാധിക്കും. ആദ്യം എൻ്റെ ഒരു ചിന്തയാണിത്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞൂല. ആദ്യം നമ്മുടെ ദൈവത്തോട് നമുക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കും. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യ സ്ഥാനം. അത് രണ്ടാമത്തെ സ്ഥാനമാണ് നമ്മുടെ കുടുംബം. മൂന്നാമത്തെ സ്ഥാനം മാത്രമേ ഉള്ളൂ ദൈവസഭ. ഇത് എൻ്റെ മാത്രം ഒരു ചിന്തയാണ്, നിങ്ങൾക്കത് ശരിയാകണമെന്നില്ല. അതുകൊണ്ട് പ്രിയ കുടുംബത്തോടൊപ്പം ഇവിടെ ആയിരിക്കുമ്പോൾ, പോളിച്ചേരിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 2 മാസം കൂടുമ്പോൾ മാത്രമാണ് കടന്നു പോകാൻ പറ്റുന്നത്. പക്ഷേ ഇതല്ല, എല്ലാ വീക്കെൻഡിലും പ്രിയ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ ദൈവം വഴികളൊരുക്കി. തുടർന്നും ദൈവം തുറക്കുന്ന വഴികളിലൂടെ പ്രിയദാസൻ സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സുവിശേഷത്തെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ. BBSൻ്റെ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം സഹകരിക്കാറുണ്ട്. ഞാനും അതിനകത്ത് മെമ്പറൊന്നുമല്ല, പക്ഷെങ്കിൽ സുവിശേഷം അതിനകത്ത് മെമ്പറല്ല. പക്ഷേ ഞങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രിയ സഹോദരിയുടെ സേവനങ്ങൾ അതിൽ ദേവാനിടയായി. അതോടൊപ്പം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇടയ്ക്കൊക്കെ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ, അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സന്തോഷം ആ കുഞ്ഞുങ്ങളെ എപ്പോഴും ഓർക്കും. ഈ പ്രിയ ഭാവിയെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു ഓർമ്മയുടെ പുസ്തകത്തിൽ എന്നും ഞാൻ എഴുതപ്പെട്ടിരിക്കും. പിന്നെ ഞാനൊരു നാട്ടുകാരാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവർ ഈ പ്രിയപ്പെട്ടവരൊക്കെ കാണാൻ പറ്റും. ആ ഒരു സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവം ഇവർക്ക് വേണ്ടി എല്ലാ ആശംസകളും എല്ലാ വഴികളും ദൈവർക്ക് തുറന്നു കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ. വീണ്ടും പ്രിയ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആളുടെ കയ്യിൽ എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്. ഒരു കാര്യം പറയുവാണെങ്കിൽ, ഈ മനുഷ്യനെ പോലെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ശാരീരികമായ എനർജി അല്ല, സ്തോത്രം, മറ്റുള്ളവർക്കൊരു ഉത്സാഹം പകർന്നു കൊടുക്കുന്ന ഒരു ആത്മാവുള്ള മനുഷ്യൻ. ഒരാൾ ഡൗൺ ആണെങ്കിൽ ശരിയാവും, ഞാൻ പ്രാർത്ഥിക്കാം. ഇദ്ദേഹം ഒരു സെക്യുലർ ഫീൽഡിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ് MRF-ൽ. പക്ഷേ ഇവിടെ ഉള്ളവർ എല്ലാവരെക്കാട്ടിലും ആത്മീയത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 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 ഞാൻ ഓർക്കുകയാണ്, ഔട്ട്റീച്ചിനോടുള്ള ബന്ധത്തിൽ ഇദ്ദേഹം ബസ്സിലാണ് സാധാരണ പോകുന്നത്. പക്ഷേ ആ ഔട്ട്റീച്ചുള്ള സമയത്ത് ഇവിടുന്ന് സ്കൂട്ടറും കൊണ്ട് അവിടെ പോയി തിരിച്ച് ആ വെയിലത്ത് വന്ന് സ്തോത്രം മൈലത്തിനും സിനിമയ്ക്കൊക്കെ പോയ അത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യം ഞങ്ങൾ വലിയ അടുപ്പമില്ലായിരുന്നു ഇവിടെ കടന്നു വന്നു. കാരണം എനിക്കൊരു പ്രത്യേക സ്വഭാവങ്ങളുണ്ട്, അത് വെച്ചാൽ നന്നായിട്ട് അറിയാം. അപ്പം ഈ എല്ലാം ഞാൻ ഷെയർ ചെയ്തൊരു മനുഷ്യനായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ പോലും എന്നെ ഫോൺ വിളിക്കത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ തന്നെ അങ്ങനെ പറയുന്നത് ശരിയല്ല, എന്നാലും ആവശ്യങ്ങളൊക്കെ എൻ്റെ മുഖം അന്വേഷിക്കത്തുള്ളൂ. പക്ഷെ സ്തോത്രം, ഞാൻ എന്നെ ഒരു ബ്രദറിനെ പോലെ സ്നേഹിച്ച ഒരാളാണ്. കാരണം മനുഷ്യൻ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവരിൽ നിന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നന്മ കാണാം, അല്ലേ? പക്ഷെ ഈ പുള്ളിക്കാരൻ അത്രയധികം സഭയെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ സഹോദരൻ്റെ ഒരു പ്രയാസം നേരിട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ദൈവിക മനുഷ്യനായിരുന്നു ഇത്. ഞാൻ പുറമെ ഒരാളുമായിട്ടും ആ കാര്യം ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായി ഞങ്ങളൊക്കെ ഇന്ന് നെക്സാ ഷോറൂം നിൽക്കുന്ന സ്ഥലത്താണ് വെച്ചാണ് എൻ്റെ സഹോദരനൊരു
പ്രയാസം വന്നപ്പോൾ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട്, അതായത് പറഞ്ഞ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ട്, എല്ലാം ഒരു പോസിറ്റീവായിട്ട് എടുക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പുള്ളി ഈ ആരാധിക്ക് നിൽക്കുവാണ്, ഇങ്ങനെ ചലിച്ചുകൊണ്ട് നിൽക്കും. ഒത്തിരി കാര്യങ്ങൾ ആത്മീയവും ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം പ്രിയ ആചാര്യമായിട്ട് ഷെയർ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്കൊക്കെ നല്ല ഉഴപ്പനാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ആദ്യം വിളിച്ചു ചോദിക്കും, ജയ്സാ പ്രാർത്ഥനയ്ക്ക് വരത്തില്ലേ? ആ വരാം. പിന്നെ ഞാൻ 7:30, 8 മണി വരെയൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കും. കാരണം എനിക്കറിയാം 8 മണി വരെ കണ്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കോള് വരും. അപ്പം പിന്നെ ഞാൻ മണി പിടിച്ചിരുന്നാലും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം കൂടെ. അപ്പൊ നമ്മൾ ഒഴിവൊഴിവ് പറയാൻ ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരൻ വന്ന് വേണ്ട, അങ്ങനെയല്ല, നീ വന്ന് പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരി അദ്ദേഹത്തിലുള്ള ഒരു അടുത്ത, ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അടുത്ത ലെവലിലേക്ക് അദ്ദേഹത്തെ എപ്പോഴും ഒരു ഉത്സാഹം. ഞാൻ ഇപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട്, കാരണം നമ്മളിനി ഇവിടെ നിന്ന് പുകഴ്ത്തി പറയുന്നതെന്ന് വിചാരിക്കരുത്. അദ്ദേഹത്തിന്റെ സ്തോത്രം അടുത്ത ലെവലിലേക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇവിടെ വചനം പറയാൻ പാസ്റ്റർ അവസരം കൊടുത്തപ്പോൾ തന്നെ എത്ര പേർ ആ വചനങ്ങൾ ഓർക്കുകയാണ്. ഇത്രത്തോളം ഒരു സന്തോഷത്തോടെ ഉത്സാഹത്തോടെ പ്രിയ ദാസൻ അത് ചെയ്തെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ പണത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിൽ, ട്രഷറിയുടെ കാര്യത്തിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് അവിടെ കാര്യം ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. സഭയുടെ അത് മാത്രമല്ല, അദ്ദേഹം എല്ലാ കാര്യത്തിലും ഔട്ട്റീച്ച്, സൺഡേ സ്കൂൾ, യൂത്ത്, എല്ലാ കാര്യത്തിലും അദ്ദേഹം അതിനെല്ലാം പങ്കുചേരുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ആമേൻ സ്തോത്രം. ഒരു ജിനോച്ചൻ പറഞ്ഞതുപോലെ ഒരു ചിറകാണ് ആമേൻ പോകുന്നത്. പക്ഷേ സ്തോത്രം അല്ല, ദൈവത്തിന്റെ ഹിതം ആമേൻ അല്ല അവരെ ഇവിടുന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ഉള്ളതാണ്. മാനസികമായിട്ട് ഞാനുള്ള കാര്യം പറയുകയാണ്. ആദ്യം ഈ ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ സ്തോത്രം ഇദ്ദേഹത്തിന്റെ വിഷമം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ ആയിരിക്കണമെന്ന് മാനസികമായിട്ട് ഞാൻ അനുഭവിച്ച് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ഞാൻ അദ്ദേഹത്തോട് പറയാനും ഇടയായിത്തീർന്നു, ഉടനെ ദൈവം ട്രാൻസ്ഫർ തരും എന്നുള്ള കാര്യം അദ്ദേഹം അത് വിശ്വസിച്ച്. കാരണം പല ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ലെന്നേ. ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ പോകും. പക്ഷെ ഇന്ത്യയോട് സംസാരിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒത്തിരി ഫിനാൻഷ്യലി ബ്രേക്ക് ഡൗൺ ആയിരുന്നപ്പോൾ, ഡൗൺ ആയിരുന്നപ്പോൾ, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളുടെ ബന്ധത്തിലൊക്കെ ഫാമിലിയുടെ ബന്ധത്തിലൊക്കെ ഇരുന്നപ്പോഴും എനിക്ക് ആശ്വാസമായിട്ട് പലപ്പോഴും സ്തോത്രം ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സ്തോത്രം, ഞങ്ങൾ കുടുംബമായി നിങ്ങളോട് എപ്പോഴും ദൈവസ്നേഹത്തിൽ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായി സുബി സിസ്റ്ററാണ്. സുബി സിസ്റ്റർ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് സംസാരിക്കുന്നില്ല എല്ലാം, പക്ഷെ പുള്ളിക്കാരത്തിൽ എല്ലാവരെയും കുറിച്ച് നല്ല വ്യക്തമായ ധാരണ സ്ത്രീയാണ്. സ്തോത്രം വലിയ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നില്ല, പക്ഷെ പുള്ളിക്കാരത്തിൽ അത് വ്യക്തമായിട്ടുള്ള കീൻ ഒബ്സർവേഷൻ എല്ലാം നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ സ്തോത്രം വലിയ സഹോദരി ഇവിടെ ജിനോച്ചൻ പറഞ്ഞത്, അവര് ദാസൻ ഇവിടെ കടന്നു വന്നിട്ട് യൂത്ത് മീറ്റിംഗ് ആണോ അല്ലെങ്കിൽ BBS ആണോ ഓടി വന്ന് അത് ഷെയർ ചെയ്യുക, അത് ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പാത്രം കഴിയുക, എല്ലാ കാര്യത്തിലും ദാസനോട് കൂടെ ചേർന്നുകൊണ്ട് ദാസി നിലനിൽക്കുവാനിടയായി തീർന്നു. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തീർച്ചയായും തരും. ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഫാദർ. സ്വതന്ത്രം ഞങ്ങൾ 2-3 ദിവസം ഊട്ടിയിലായിരുന്നു. അന്ന് എനിക്ക് ഇവരെ ക്ലോസ് ആയിട്ട് അറിയാനിടയായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ, ആ പിതാവ് എന്ന് പറഞ്ഞാൽ എത്ര സ്നേഹമെന്ന് പറയാം, എസ്പെഷ്യലി ജോഹാന. അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നല്ലൊരു അപ്പനാണ്, എന്നുവെച്ചാൽ നല്ലൊരു ആത്മീയൻ, വീട്ടിലും സാക്ഷ്യമുള്ളവനായിരിക്കും. അപ്പോൾ സ്തോത്രം, ഈ 4 പേരെയും നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചയക്കാൻ പോവുകയാണ്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സ്തോത്രം ഇതാണെങ്കിലും ഞാൻ പറയുകയാണ്, ഇവര് ഭൂഗോളത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാണെന്ന് ഞാൻ പറയുന്നത്.
കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു തീയുണ്ട്. സ്തോത്രമല്ലെ, സുവിശേഷത്തിന് വേണ്ടി ഒരു തീയുണ്ട്. സിസ്റ്ററിന് പ്രൊഫഷണലായിട്ട് നേഴ്സ് ആണെങ്കിലും സ്തോത്രമല്ലെ, ഞാൻ പറയുകയാണ്, എന്തോ എനിക്കറിയത്തില്ല, സ്തോത്രമല്ലെ, ഈ കുടുംബത്തെ ദൈവം തന്റെ ദൈവത്തിന്റെ വേർഡ് പ്രൊക്ലെയിം ചെയ്യാൻ ദൈവം ഭവനമാണ്. അങ്ങനെ സ്തോത്രമല്ലേ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. ഈ കുടുംബത്തെ ദൈവം എല്ലാവിധ ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ ദുർഘട വീടുകളിൽ, അവൻ തലമുറയുള്ള ബന്ധങ്ങളിൽ, ഔദ്യോഗിക മേഖലകളിൽ, ഔദ്യോഗികമായ വിഷയങ്ങളിൽ, ആത്മീയ വിഷയങ്ങളിൽ എല്ലാം ദൈവത്തിന്റെ കരം കൂടി നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ 2012 അമ്മ ഷോണശനം ചെയ്തു ചർച്ചനുമായിട്ട്. ഏറ്റവും സൂപ്പർ സീനിയറായിട്ട് നമ്മുടെ മതി കുടുംബമായി ബാച്ചലറായിട്ട് വന്നു. അതിനുശേഷം ഒരു കുടുംബമായി തീർന്നു. നമുക്കൊക്കെ പരിചയപ്പെടുന്നത് 2014 കഴിഞ്ഞിട്ടാണ് ഷോണച്ചൻ കുടുംബമായി പരിചയപ്പെടുന്നത്. പക്ഷെ എന്നാലും ഷോണച്ചൻ ഫാമിലിയായിട്ട് 2013 കഴിഞ്ഞ് പോണ്ടിച്ചേരിയിലേക്ക് അവർ കടന്നു വന്നു. കർത്താവിൻ്റെ സഹായത്തിൽ കഴിഞ്ഞ വർഷം വരെ കുടുംബമായി നാട്ടിലേക്ക് അവർ കടന്നുപോയി. എന്നാലും ദൈവം അനുവദിക്കുന്ന വർഷങ്ങളിൽ, ദൈവം അനുവദിക്കുന്ന സമയം വരെ മാത്രമേ നമുക്ക് ഉദ്ദേശത്തിൽ പിടിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. ആ സമയം കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ നിന്ന് കൂടുതൽ വിട്ട് കൂടുതൽ മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അത് തിന്മയ്ക്കല്ല, എല്ലാ ദൈവം നന്മയ്ക്കായി മാത്രമേ ചെയ്തു. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഷോണസ് നമ്മുടെ മധ്യയിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം നടത്തും. ഷോൺ ബ്രദർ അല്ലെങ്കിൽ ഒരു ഫാമിലിയോട് കടന്നുപോയാലും കർത്താവ് പല കുടുംബങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചേർക്കും. ദൈവം പറയാൻ കഴിയും. പിന്നെ ജിനോച്ചാൽ നമ്മളിനി 3 ഫാമിലിയോട് എല്ലാ ആഴ്ചയും കടന്നു വരുന്നത് ഞാൻ പറഞ്ഞ 3 3 അടുത്ത് 2 സൈബർക്ക് അത് 300 മാറും. പറയാൻ കഴിയും. ചെറിയ കണക്കല്ല, നമ്മൾ ഇതിൻ്റെ വലിയ വലിയ കണക്കിനെ നമുക്ക് കർത്താവിന് മുന്നിലിട്ട് കാണിക്കണം. നമ്മുടെ വിശ്വാസത്തെ കർത്താവിന് മുന്നിൽ കാണിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി തരും. ഇവർ തന്നെ വിടത്തില്ല. കർത്താവ് ഇവർക്ക് സപ്പോർട്ടില്ലാതെ ആത്മീയ ദൈവം വളർത്താൻ പോകുന്നു. സപ്പോർട്ടായിട്ട് പരിശുദ്ധാത്മാവ് ദാസന കുടുംബത്തോട് കൂടെ അറിയിക്കണം. എത്ര പേർക്ക് അറിയുന്ന ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ഈ ഒരു ചെറിയ കീഴ് ഇരിപ്പാനല്ല, ഒരു തണലിൽ കീഴ് ഇരിപ്പാനല്ല, ഒരു ദൂരെ യാത്ര ചെയ്ത് കർത്താവിന് വേണ്ടി നിൽപ്പാൻ, എലിയാവിനെപ്പോൾ കർത്താവിന് വേണ്ടി ഓടുവാൻ കാലങ്ങളെ ദൈവം കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിലും ഉന്നതമായുള്ള വളർച്ച ദൈവം അവർക്ക് വേണ്ടി തരും. ഗോഡ് ബ്ലെസ് യു ഷോണച്ച ഫാമിലി. ജസ്റ്റ് ഫോർമാലിറ്റി സെൻഡ് ഓഫ് ഉള്ളൂ. കുടുംബമായി എപ്പോഴും ചർച്ചമായിട്ട് കടന്നു വരണം. കർത്താവ് സഹായിച്ച് ഷോണച്ച കമ്മിറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥനയും ദാസൻ കടന്നു വരുമെന്ന നമുക്ക് ചിന്തിക്കാം. ഈ കാലങ്ങളിൽ ഷോണച്ചൻ വരും നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഒരു ടെമ്പററി ഒരു മാറ്റം വന്നാലും നിരന്തരമായിട്ടുള്ള അനുഭവം കർത്താവ് നമുക്ക് വേണ്ടി തരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഷോണച്ചനും സുബിസിനും ഒരു വാക്ക് പറഞ്ഞ ശേഷം സൺഡേ സ്കൂളുകൾ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ ശേഷം നമ്മൾ അവർക്ക് വേണ്ടി മൊമെന്റ് കൊടുക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കില്ല. നിങ്ങൾ തന്ന പറഞ്ഞ എല്ലാ സ്നേഹവാക്യങ്ങളും നന്ദി പറയുകയാണ്. ഞാൻ എല്ലാ എന്താ പറയുന്നത് വേർപിരിയലിലും നമുക്ക് മനസ്സിന് സങ്കടമുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹിക്കപ്പെട്ട ആൾക്കാരാണെങ്കിൽ വേർപിരിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടം വരും. അത് മാനസിക നിലകളിലുള്ള ഒരു വികാരമാണ്. എനിക്കും അങ്ങനെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ കടിച്ചു പിടിക്കാനൊക്കെ നോക്കി. പക്ഷേ ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മാനസികമായി പ്രയാസം തോന്നി. ഞാൻ ഒരു പക്ഷേ ഒരു വർഷം നിങ്ങളൊട്ടും ഒട്ടും വിദൂരമല്ല, നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാനെന്ന നിങ്ങളാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലെ വലിയ പ്രചോദനം. എൻ്റെ കൈത്താങ്ങൊക്കെ ഈ സഭയായിരുന്നു. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ദേവദാസൻ കുടുംബം, ജിനോച്ചാൻ കുടുംബം, ജയ്സിംബോൾ കുടുംബം, എല്ലാ ഷീച്ചാൻ കുടുംബം, സിറില് കുടുംബം, പോൾരാജ് ബ്രദർ, എല്ലാ യൂത്ത് എല്ലാവരും എനിക്കൊരു ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു. 2012 ഈ സഭയായിട്ട് വില്യം പാസ്റ്റർ സമയത്താണ് ഈ സഭയിൽ വരാൻ തുടങ്ങിയത്. ഈ നാളിതുവരെ നിങ്ങളോട് ഒപ്പമായിരുന്നു. കർത്താവ് സഹായിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും വേറെ തലങ്ങളിലേക്കായിരുന്നു. ഇങ്ങനെ ഞാൻ ചെന്നൈയിലെ പ്രദേശം എനിക്ക് ജീവിതത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ കൊണ്ടോ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഒന്നുകൂടെ പണിതെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ നിലവാരങ്ങളിലേക്ക് കർത്താവിനെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ചിലതിൽ നിന്ന് കർത്താവ് അടർത്തി മാറ്റുമ്പോൾ നമ്മുടെ കംഫോർട്ട് സോൺ നമ്മളെ കർത്താവ് മാറ്റുമ്പോഴത്തേക്ക് കർത്താവ് നമ്മളെക്കുറിച്ച് പദ്ധതികളുണ്ട്. കാരണം നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ കംഫോർട്ട് സോണിലിരിക്കും. നമ്മളെപ്പോഴും അവിടെ കംഫോർട്ടായിരിക്കും. കാരണം അങ്ങനെയൊരു ബന്ധത്തിൽ നമ്മൾ മാറുമ്പോഴത്തേക്ക്, തലങ്ങളിൽ നമ്മൾ മാറുമ്പോഴത്തേക്ക്
കർത്താവ് അതിന് വലിയ ഉദ്ദേശമെന്ന് ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഭാഷ പറഞ്ഞത് ഞാൻ സെൻഡ് ഓഫ് ഒന്നുമല്ല, ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല. കാരണം നിങ്ങളെ വിട്ടു പോകാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാ സ്നേഹത്തിനും എല്ലാ നന്മകൾക്കും എന്നോട് കാണിച്ച എല്ലാ നന്മകൾക്കും എന്നോട് കാണിച്ച എല്ലാ ആത്മീയ സഹകരണങ്ങൾക്കും കാണിച്ച എല്ലാ സ്നേഹം നന്ദി പറയുന്ന ആരുടെയും ഞാൻ ഏതെങ്കിലും നിമിഷങ്ങളിൽ ചെല്ലു പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വെച്ചുകൊണ്ടായിട്ട് ഒന്നും പെരുമാറാറില്ല. ഞാൻ കാണിക്കുന്നതും ഞാൻ പ്രകടിപ്പിക്കുന്നതും അത് ഞാൻ തന്നെയാണ്. ഞാൻ ഒന്നും പ്രഹസനമായി ഒന്നും ചെയ്യാൻ എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. സെല്ലിനോട് ദേഷ്യപ്പെട്ടതൊക്കെ അവനുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ കാരണം അവൻ വളരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിൽ നാവ് കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ക്ഷമയോദിക്കുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, എല്ലാം നിരപ്പ് പ്രാപിച്ച് വേണം പോകാൻ. അതുകൊണ്ട് നിങ്ങൾ കാണിച്ച എല്ലാ നന്മകൾക്കും എല്ലാ ദൈവിക സ്നേഹത്തിനും നന്ദി പറയുന്നു. നമ്മൾ പിരിയുന്നില്ല, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്, ഒരേ ശരീരമാണ്. നമുക്കിനി കാണാം നമ്മുടെ ഉപവാസ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളിൽ ഇനി എത്രയോ കല്യാണങ്ങൾ വരാൻ പോകുന്നു, എത്രയോ ഹൗസ് വാമിംഗ് നടക്കാൻ പോകുന്നു, എത്രയോ കൺവെൻഷനുകൾ, എത്രയോ മീറ്റിങ്ങുകൾ. ഇവിടെയൊക്കെ ഞാനുണ്ടാവും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാനുണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ എല്ലാ നിലകളിലുള്ള നിങ്ങളുടെ നന്മകളിലും നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒന്നിച്ച് കൂട്ടായി ഉണ്ടാവും. PMG പ്രയർ ലൈൻസ് കാണിച്ച അരുൺഭാസ്കറെ എല്ലാവരെയും നന്ദി പറഞ്ഞത് സ്തുതിക്കുന്നു. അരുൺഭാസ്കറിന്റെ കീഴിലാണ് ഞാൻ ആത്മീയമായി ഇങ്ങനെ നിലവാരം ആത്മീയ വളർച്ച ലഭിക്കുന്ന ഞാനൊരു സാധാരണ വിശ്വാസിയായി കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു. ദൈവിക ആലോചനകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നത് അരുൺഭാസ്കറിന്റെ അദ്ദേഹം വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തോട് ദൈവനാഥൻ നന്ദി സ്നേഹം അറിയിക്കും. തുടർന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ ഞാൻ ഈ സെൻഡ് ഓഫിൻ്റെ യാത്ര പറയുകയാണ്. തുടർന്ന് കാണാം. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പറയാനൊന്നും എനിക്ക് അറിയത്തില്ല. ഓൾറെഡി അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഈ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത്, ഞാൻ പിള്ളേർ നാട്ടിലായിരുന്ന സമയത്ത് അച്ഛനോട് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും പാസ്റ്ററോടും ഷീബയോടൊക്കെ നന്ദി പറയുന്നു. അതുപോലെ ജിനു ബ്രദറിനും റാണി സിസ്റ്ററും ജെയ്സൺ ബ്രദർ, സാമി സിസ്റ്റർ എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനാണ് ഏറ്റവും ആഗ്രഹം. ആഴ്ചയിലല്ല, എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല. നമുക്ക് വേണ്ടി സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ